ജീവിതത്തിൻ്റെ അകത്ത് എല്ലാ മനുഷ്യരും ഒരു വിശാലത കൊതിക്കുന്നവരാണ്. എന്നാൽ ഈ വിശാലത എന്ന് പറഞ്ഞാൽ ഇടുക്കം മാറുക, ഞെരുക്കം, കുറഞ്ഞ അവസ്ഥയിൽ നിന്ന് ഒരു ധാരാളിത്തം ഉണ്ടാകുക, ഒരു നന്മ ഉണ്ടാകുക, അളവ് വർദ്ധിച്ചു വരിക, ഇതൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇന്നത്തെ ലോകത്ത് ഒരു വിശാലതയ്ക്ക് വേണ്ടിയാണ് എല്ലാ മനുഷ്യരും ദൈനംദിന ജീവിതത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത്. പലരും പരാജയപ്പെടുമ്പോൾ വിശാലത തുറക്കാൻ നിങ്ങൾക്കൊരു സീക്രട്ട് ഞാൻ പറഞ്ഞു തരാം. വിശുദ്ധ വേദപുസ്തകം 119 സങ്കീർത്തനം 45 വാക്യം: നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. യേശുവിൻ്റെ പ്രമാണങ്ങൾ, യേശുവിൻ്റെ വഴികളിൽ ആര് നടക്കുന്നുവോ അവരുടെ മേൽ വിശാലതകൾ വെളിപ്പെട്ടു വരും. അവർ മുമ്പിൽ ഇടുക്കം മാറും, ഞെരുക്കം മാറും. സമസ്ത മേഖലയ്ക്കകത്തും, സഭാ വളർച്ചയിൽ, ശുശ്രൂഷകളിൽ, തലമുറയുടെ വിദ്യാഭ്യാസത്തിൽ, ബിസിനസ്സിൽ, എല്ലായിടത്തും ഒരു വിശാലത വെളിപ്പെടും. അതിനുള്ള സീക്രട്ട്, അതിനുള്ള കീ വിശുദ്ധ വേദപുസ്തകമാണ്, ബൈബിളാണ്, വചനമാണ്. ദൈനംദിന വചനത്തെ ആരായുക, വിശാലതകളെ പ്രാപിക്കുക. എന്നും എപ്പോഴും ആ വിശാലതയിൽ നടക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.